Hello everyone and welcome back. I am Ilhan. കഴിഞ്ഞ ദിവസം നമ്മളൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റ്സ് എല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കുക. നമ്മളിങ്ങനെ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ഒക്കെ അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ വീട്ടിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ചെടികൾ ഒരു ട്രേയിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. കാരണം അന്ന് തന്നെ നടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു ട്രേയിൽ എല്ലാ പ്ലാന്റും കൊണ്ട് ഇറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. അപ്പം നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ചെടികളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ നട്ടു വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇറക്കി ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആയാലും നട്ടു വെച്ചാൽ മതി, ചെടി വാടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് പ്ലാന്റ്സ് എല്ലാം നടാനായിട്ട് എടുത്തത്. അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കാട്ടിലൊക്കെ നിന്ന ചെടികളാണല്ലോ, അപ്പോൾ നിറയെ കരടും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകി അതിൻ്റെ ആ കൊള്ളില്ലാത്ത എല്ലാം കരടെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചു ആദ്യം. അതിനുശേഷം ആണ് ഞാൻ ചെടിയെല്ലാം നട്ടുവെച്ചത്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സ് എന്താ പറയുക, ഒരു 5 സിമെൻറ്റിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ നട്ടുവെച്ചു. 2-3 തൈകളായിട്ടാണ് ഞാൻ നട്ടുവെച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ തൈകൾ ഉണ്ടായിരുന്നത് നമ്മുടെ നഴ്സറി പോട്ടിൽ, ബ്ലാക്ക് കളർ നഴ്സറി പോട്ടിൽ നട്ടിട്ട് അതും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്കത് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. ഒരു പ്ലാന്റ് തന്നെ, ഒരു വെറൈറ്റി പ്ലാന്റ് തന്നെ ഒരു 3-4 എണ്ണം ഒന്നിച്ച് വെക്കുമ്പോഴാണ് ആ പ്ലാന്റിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, ഭംഗിയായിട്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇടകലർത്തി കുറേ പ്ലാന്റ്സ് വെക്കുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെ വെക്കുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടകലർത്തിയും മാറ്റി മറിച്ചുമൊക്കെ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മാറുമില്ല എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ബാക്കി കുറേ പ്ലാന്റ്സ് ഞാൻ അകത്ത് നട്ടു വെച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം. കലാത്തിയ പ്ലാന്റ്സ് പുറത്ത് നട്ടത് കൂടാതെ ഒരു പ്ലാന്റ് ഞാൻ എടുത്തിട്ട് ഞാൻ ഇൻഡോറിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ എൻ്റെ ഈ ബുക്ക് ഷെൽഫിൻ്റെ അവിടെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയ വൈറ്റ് കളർ പോട്ടിൽ ഒരു 2-3 തൈകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എന്താ പറയുക, ഞാൻ ഇങ്ങനെ നമ്മൾ നട്ടു വെച്ച ഉടനെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ പാടില്ല. ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അകത്തേക്ക് കയറ്റി വെച്ചെന്നുള്ളൂ. ഇവിടെയാണ് ഞാൻ ഈ പ്ലാന്റ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് എടുത്തു വെച്ച് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. നമ്മൾ നട്ടു വെച്ച ഉടനെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്ലാന്റ്സിനെ കയറ്റാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പുറത്തൊക്കെ ഇരുന്ന് ആ വായും കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഒന്ന് ചട്ടിയിലൊന്ന് ഉഷാറായിട്ട് ആ മണ്ണുമായിട്ടൊന്ന് പിടിച്ച് വരുന്നവരെ ഒന്ന് പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് കയറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിത് പുറത്തേക്ക് ഇറക്കും കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ഇവിടെയാണ് ഞാൻ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ബുക്സ് ഒക്കെ ഇരിക്കുന്ന ഷെൽഫിലാണ് ഞാൻ ഈ ഒരു കലാത്തിയ പ്ലാന്റിന് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സിങ്കോണിയ പ്ലാന്റും കൂടെ ഞാനിവിടെ അകത്ത് വെച്ചിട്ടുണ്ട്. സിങ്കോണിയത്തിൻ്റെ എല്ലാ പ്ലാന്റ്സും അകത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഇരിക്കുന്നതാണ് ആ പ്ലാന്റ്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് തണ്ട് മാത്രം എടുത്തിട്ട് കുറച്ച് വലിയ വേരൊക്കെ ഉണ്ടായിരുന്ന എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അത് എല്ലാം നന്നായിട്ട് മണ്ണൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇത് നല്ല രസമാണ് ഇത് കാണാൻ. ഇപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ ചെടികൾ ഇട്ട് വയ്ക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. അതിൻ്റെ ആ വേരൊക്കെ ഇങ്ങനെ അടിയിൽ കണ്ടിട്ട് ഇങ്ങനെ മേളിൽ ഇങ്ങനെ ലഷായിട്ട് പച്ച കളറിൽ നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ പ്ലാന്റ് ആണെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് വളരുകയും ചെയ്യുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് പ്ലാന്റ്സ് ഞാൻ വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ട്, അതുകൂടെ കാണിച്ചു തരാം. TV വെച്ചിരിക്കുന്ന അതിൻ്റെ മുന്നിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഈ സിങ്കോണിയം പ്ലാന്റ് 3 പോട്ടിലാക്കിയിട്ട്, 3 തട്ടുള്ള സ്റ്റാൻഡാണ്, 3 പോട്ടിലാക്കിയിട്ട് ഇവിടെ വെക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ നല്ല ഭംഗിയിലിരിക്കും, ഇവിടെ നല്ല വെളിച്ചമൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതിവിടെ ഇങ്ങനെ ഇരുന്നോളും. എല്ലാം ഇത് നമ്മുടെ സെൽഫ് വാട്ടറിങ് പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളവും ചെളിയൊന്നും പുറത്ത് പോകുന്നത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഇവിടെ ഇരുന്നോളും. 3 തട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇത് ചിക്കുവിൻ്റെ മുന്നേയുടെ റൂമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒരു സിങ്കോണിയം പ്ലാന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് ആ ഒരു ബ്ലാക്ക് കളർ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട്
ഈ വൈറ്റ് കളർ പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതും നല്ല ഭംഗിയാണ്. ഇവിടെ ജനലുള്ളതുകൊണ്ട് ഇവിടെ നമ്മളൊരു പെപ്പറോമിയ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ജനൽ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ ഈ പ്ലാന്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ അങ്ങനെയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.